നമസ്കാരം. ഇന്ത്യയുടെ മെട്രോ സംവിധാനത്തെ പ്രശംസിച്ച് ജർമ്മൻ ബ്ലോഗർ. പശ്ചിമ യൂറോപ്പിലെ ഗതാഗത സംവിധാനത്തെക്കാളും മികച്ചതാണ് ഇന്ത്യയിൽ ഉള്ളതെന്ന് അഭിപ്രായപ്പെടുന്ന വിദേശ ബ്ലോഗറുടെ വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ട്. 70,000-ലധികം ഫോളോവേഴ്സുള്ള ജർമ്മൻ ട്രാവൽ ബ്ലോഗർ അലക്സ് വെൽഡറാണ് വീഡിയോ പങ്കുവച്ചിട്ടുള്ളത്. ഡൽഹി, ആഗ്ര തുടങ്ങിയ നഗരങ്ങളിലെ മെട്രോ സംവിധാനങ്ങളുടെ കാര്യക്ഷമത, ശുചിത്വം, ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ അദ്ദേഹം ആശ്ചര്യം പ്രകടിപ്പിച്ചു. ഇന്ത്യയിലേക്ക് വരുന്നതിനു മുമ്പുള്ള തന്റെ ധാരണകളെ വന്നു കഴിഞ്ഞപ്പോഴുള്ള അനുഭവങ്ങൾ മാറ്റിമറിച്ചുവെന്നും ബ്ലോഗർ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് പഴയ ബസ്സുകളും ട്രെയിനുകളും ടുക് ശബ്ദമുള്ള റിക്ഷകളുമൊക്കെയായിരുന്നു മനസ്സിൽ. എന്നാൽ ഇത് രാജ്യത്തെ പൊതുഗതാഗതത്തെക്കുറിച്ചുള്ള എൻ്റെ സ്റ്റീരിയോ ടൈപ്പുകൾ പൊളിച്ചു മാറ്റിയിരിക്കുകയാണ്. ആഗ്ര, ഡൽഹി പോലുള്ള ഇന്ത്യയിലെ നഗരങ്ങളിൽ വളരെ മികച്ച മെട്രോ സംവിധാനമുണ്ട് എന്ന് എനിക്കറിയില്ലായിരുന്നു. സൗത്ത് ഡൽഹിയിൽ താമസിച്ച അലക്സ് കൂടുതൽ സമയവും മെട്രോയിൽ യാത്ര ചെയ്ത് അനുഭവം വിവരിച്ചു. ദക്ഷിണ കൊറിയ, ജപ്പാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലേത് സമാനമായ സവിശേഷതകളാണ് ഡൽഹിയിലെ മെട്രോയ്ക്കുള്ളതെന്നും അയാൾ ചൂണ്ടിക്കാട്ടി. ഡൽഹിയിലെ ചില ലൈനുകളിൽ പ്ലാറ്റ്ഫോം സ്ക്രീൻ വാതിലുകൾ, നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യാൻ പ്ലഗുകൾ, സ്ത്രീകൾക്കും പ്രായമായവർക്കും പ്രത്യേക സീറ്റുകൾ എന്നിവയുണ്ട്. ഇതെല്ലാം ഞാൻ ദക്ഷിണ കൊറിയ, ജപ്പാൻ, ചൈന എന്നിവിടങ്ങളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ ഇന്ത്യയിൽ അത് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഉൾപ്പെടെ മറ്റ് വിദേശ വിനോദസഞ്ചാരികളും വീഡിയോ സൃഷ്ടാക്കളും ഇന്ത്യയുടെ ഈ വശം ലോകത്തിന് കാണിച്ചു കൊടുക്കാത്തതിൽ ഞാൻ അത്ഭുതപ്പെടുന്നുവെന്നും അലക്സ് പറഞ്ഞു. ജർമ്മൻ ബ്ലോഗറുടെ വീഡിയോ ഇതിനോടകം തന്നെ 3.8 ദശലക്ഷത്തിലധികം വ്യൂസും ആയിരക്കണക്കിന് ലൈക്കുകളും കമന്റും നേടി. കമന്റ് സെക്ഷനിലെത്തിയ ഭൂരിഭാഗവും പാശ്ചാത്യ ലോകത്തിന് ഇപ്പോഴും ഇന്ത്യയുടെ പുരോഗതിയെക്കുറിച്ച് ഒരു മങ്ങിയ കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂവെന്നും അഭിപ്രായപ്പെട്ടു. കൂടാതെ പല വ്യത്യസ്ത അനുഭവങ്ങളും ഇന്ത്യയിൽ ഉണ്ട് എന്ന് ബ്ലോഗർ തന്നെ പറയുന്നുണ്ട്. വിദേശത്തെ രാജ്യത്തു നിന്നും ഉള്ള ബ്ലോഗർമാർ ഇന്ത്യയിലെത്തി ഓരോ കാര്യങ്ങളിലും പഠനം നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഓരോ രാജ്യത്തിൻ്റെ വികസനത്തെക്കുറിച്ച് വിശദമായി അത് ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ഇന്ത്യയുടെ വളർച്ച ഏത് രീതിയിലാണ് ഓരോ ഭാരതീയർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നതാണ് വസ്തുത. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.